പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 9 വാക്യം ഇന്നലെ ഈ പ്ലാറ്റ്ഫോമിൽ നാം ധ്യാനിച്ചു, ചിന്തിച്ചു. ഒന്നും കൂടെ അതിലേക്ക് നാം പോവുകയാണ്. നാം അവിടുത്തെ മഹത്വത്തെ വർണ്ണിക്കുകയും ഘോഷിക്കുകയും ചെയ്യേണ്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ നാം അതിനു വേണ്ടി മാത്രം ഇവിടെ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ മറ്റു ചിലരെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. അന്ധകാരത്തിന് തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. പല പ്രാവശ്യവും വായിച്ച് കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകരുത്. ഞാനൊന്ന് മറ്റൊരു ആധുനിക വിവർത്തനത്തിൽ നിന്ന് വായിക്കട്ടെ. എന്നാൽ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുത ജ്യോതിയിലേക്ക് വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ രാജ്യവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാക്കി തീർത്തത് അവിടുത്തെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നതിന് വേണ്ടിയാകുന്നു. നമുക്ക് ചില പ്രിവിലേജസ് തന്നു. ഉദാഹരണത്തിന് ഇന്ത്യൻ അംബാസിഡർ, അമേരിക്കൻ അംബാസിഡർ, ചൈനയുടെ അംബാസിഡർ, ഇംഗ്ലണ്ടിൻ്റെ അംബാസിഡർ, എംബസി ഇതൊക്കെ സഹകരണമുള്ള രാജ്യങ്ങൾ തമ്മിൽ ഉണ്ട്. അപ്പം ഇന്ത്യക്ക് ആ നിലയിൽ സഹകരണമുള്ള എല്ലാ രാജ്യങ്ങളുടെയും എംബസി ഇവിടെ കാണും. അവരുടെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനിവിടെ കാണും. അവരെയാണ് അംബാസിഡർ എന്ന് വിളിക്കുന്നത്. അവർ നമ്മളുമായിട്ട് നല്ല ടേംസിലാണ്. പക്ഷേ അവർ നമ്മുടെ ആളല്ല. അവർ അമേരിക്കയുടെ ആളാണ്, ഇംഗ്ലണ്ടിൻ്റെ ആളാണ്, ചൈനയുടെ ആളാണ്, റഷ്യയുടെ ആളാണ്, ഓസ്ട്രേലിയയുടെ ആളാണ്. ആ രാജ്യവുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങളിൽ നമ്മുടെ പിള്ളേർ അവിടെ പോകുന്നു, ജോലി ചെയ്യുന്നു, വരുന്നു, ആ കാര്യങ്ങളിലൊക്കെ, ബിസിനസ് കാര്യങ്ങളിലൊക്കെ നമുക്കെന്തെങ്കിലും അടിയന്തരമായിട്ട് പറയാനുണ്ടെങ്കിൽ ഇവരോട് പറയാം. ആ രാജ്യത്തിൻ്റെ നിലപാട് നമ്മളെ അറിയിക്കും. രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് വലിയ സുരക്ഷിതത്വം കൊടുക്കേണ്ടത് ഇന്ത്യയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പിണങ്ങിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നയത്തോട് അവർ യോജിക്കാതെ വരികയും അവരുടെ നയത്തോട് നമ്മൾ യോജിക്കാതെ വരികയും ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാൽ 1-2 വാണിങ്ങിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം അവരുടെ അംബാസിഡറിനെ തിരിച്ചു വിളിക്കും. അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടുന്നത് പോലെയുള്ള പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ട് ഏറ്റവും സെക്യൂരിറ്റിയുള്ള, സുരക്ഷിതത്വമുള്ള പോഷ് ലൈഫ് ഇന്ത്യയിൽ അവർക്ക് ലഭ്യമാക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനാണ്. എന്നാൽ ഈ ബന്ധത്തിന് മറ്റേതെങ്കിലും വിധത്തിൽ പ്രശ്നം വന്നാൽ ഇദ്ദേഹത്തെ സുരക്ഷിതമായി ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ചെയ്യണമെന്നാണ് അതിൻ്റെ നീതി. നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ അംബാസഡറായിട്ട് ഇവിടെ നിൽക്കുക. എന്തിന്? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രൊക്ലെയിം ചെയ്യാൻ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കൂടെ ഓർക്കണം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. വിശ്വാസി എന്നൊരു തസ്തികയില്ല. ചിലരിങ്ങനെ അറിയാതെ പറയും, ഞാനൊരു വിശ്വാസിയാണേ.
വിശ്വാസിയാണെങ്കിൽ ശിഷ്യനാവണം. കർത്താവിന് വിശ്വാസികളെന്നൊരു ഗ്രൂപ്പില്ല. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പം വിശ്വാസികൾ ശിഷ്യന്മാരാകണം, ശിഷ്യന്മാർ സാക്ഷികളാകണം, സാക്ഷികൾ ഘോഷിക്കുന്നവരാകണം. വിശ്വാസികൾ സാക്ഷികളാകണം, സാക്ഷികൾ സാക്ഷിക്കുന്നവരാകണം, അവർ ഘോഷിക്കുന്നവരാകണം. ആകാശം സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ദൈവത്തെ പ്രസിദ്ധമാക്കും. ഇതുപോലെ ഞാനും നിങ്ങളും സ്നേഹവാനായ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വക്താക്കളാണ് എന്ന അഭിമാനം കാത്തുസൂക്ഷിക്കുകയും ഇതിൻ്റെ പ്രിവിലേജ് അനുഭവിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും ദൈവരാജ്യത്തെ പ്രസിദ്ധപ്പെടുത്തുന്നവരാകണം. നാം ആരാണെന്ന് അറിയുന്നതാണ് അതിൻ്റെ പ്രധാന രഹസ്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.